Monsignor Peregrinakas, സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ച കക്ഷിച്ച വചന പ്രഘോഷണ ടീമിൻ്റെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പരിസരമുള്ളവരുടെ ജലദോഷം പ്രാർത്ഥനയുടെ സ്വരം എത്ര നല്ലതല്ല. ഞാൻ 2-3 വിഷയങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ്. ഞാനിവിടെ അനേകം തവണ പൊതുക്കാര്യങ്ങൾക്കും ഇടപെടൽ കാര്യങ്ങൾക്കും വിശദീകരിക്കുമെല്ലാം വന്നിട്ടുണ്ട്. ഈ ദേവാലയം ഇതുപോലെ നിറഞ്ഞ് കവിഞ്ഞ് ഞാൻ ആദ്യം കാണുകയാണ്. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട വികാരിച്ചിനെ രണ്ടുപേരെ അനുമോദിക്കുന്നു. ഞാനൊരു തിരുവചനത്തെക്കുറിച്ച് മാത്രം ഈ ശ്രദ്ധേയമായ ഒരു നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യം, ജെറൂസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് ഒരു യാത്രക്കാരൻ പോവുകയായിരുന്നു. കാരണം സുവിശേഷ ഭാഗം നല്ല പരിചയമുള്ളതാണ്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരുവൻ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ നല്ല സമറിയക്കാരൻ്റെ ഉപമയാണുള്ളത്. അതിൻ്റെ തുടക്കം ജെറൂസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന ഒരു വ്യക്തി. ആ തിരുവചനത്തിൻ്റെ 1-2 ആത്മീയ ചിന്തകൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ നഗരമായ ജെറൂസലത്തിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്നത് അപകടം പിടിച്ച ഒരു പോക്കാണ്. ജെറിക്കോ കള്ളന്മാരുടെ കേന്ദ്രമാണ്, വഴി മോശമാണ്. ജെറൂസലേം ദൈവത്തിൻ്റെ നഗരമാണ്, സ്വർഗീയ ജെറൂസലത്തിൻ്റെ പ്രതിച്ഛായയാണ്. അവിടെ ഈശോയുടെ ജന്മസ്ഥലമാണ്, മാതാവിൻ്റെ സ്ഥലമാണ്, സ്ത്രീഹന്മാരുടെ സ്ഥലമാണ്. സഭ പിറന്നു വീഴുന്നത് അവിടെയാണ്. യഥാർത്ഥത്തിലുള്ള സഭ ജെറൂസലേം സഭയാണ്. ആരാധനക്രമങ്ങൾ എല്ലാം ഉണ്ടായത് ജെറൂസലത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന അപകടങ്ങളെല്ലാം ആദ്യത്തെ ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെയുണ്ട്. ജെറൂസലത്തിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകലാണ്. അപകടം പിടിച്ച കാര്യങ്ങൾ നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അവിടെ പോയ മനുഷ്യൻ ശത്രുക്കളുടെ കരങ്ങളിൽപ്പെട്ട് പരിക്കേറ്റ് വിവസ്ത്രനായി മുറിവേറ്റ് വഴിയിൽ കിടന്നു. ആ കിടപ്പിൽ ഈശോയുടെ അവസ്ഥയാണ്. മുറിവേറ്റ് വിവസ്ത്രനായി രക്തം പുരണ്ട് അനാഥനായി വഴിയിൽ കിടക്കുന്ന ആ യാത്രക്കാരൻ ആത്യന്തികമായിട്ട് ഈശോയാണ്. പാപത്തിന്റെ വഴിയിലൂടെ കർത്താവ് കടന്നുപോയപ്പോൾ ഈശോയ്ക്ക് കേൾക്കേണ്ടി വന്ന മുറിവാണ് അത്. അതുപോലെ തന്നെ ജെറൂസലത്തിലേക്ക് വെച്ചാണ് സ്ത്രീഹന്മാരുടെ തർക്കങ്ങളുണ്ടായപ്പോൾ കൗൺസിൽ കൂടിയത്. പൗലോസ് തിരിച്ചു വന്ന് തന്റെ ആധികാരികത പരിശോധിക്കുന്നത് ജെറൂസലത്ത് വന്നാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും ജെറൂസലത്തേക്കാണ് പോയത് എന്ന് പറഞ്ഞാൽ അതപ്പോൾ എല്ലാവരും താമസിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ സ്ത്രീഹന്മാരോട്, സഭയോട്, ഈശോയോടൊക്കെ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മൾ ജെറൂസലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. പ്രത്യാശയുടെ ലോകത്തിലേക്ക്, സ്വർഗീയ നഗരമായ ജെറൂസലത്തെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ്. അത് തിരിഞ്ഞ് ആകുമ്പോൾ പള്ളിയിൽ വരാതെ, ഉദാസനം സ്വീകരിക്കാതെ, വീട്ടിൽ വഴക്കുണ്ടാക്കി അനൈക്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജെറൂസലത്ത് നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയാണ്.
ആ യാത്രയിലാണ് നമുക്ക് പരിക്കുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. നമ്മളുടെ പാപ്പ എമരിറ്റൂസ് ഈ സംഭവത്തെക്കുറിച്ച് പ്രസംഗിച്ച അവസരത്തിൽ ഒരിക്കൽ പറഞ്ഞു, അർത്ഥപ്രാണനായിട്ട് മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യൻ ആദത്തിന്റെ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയാണ്. നമുക്ക് കേൾക്കുന്ന മുറിവാണ്. നമ്മൾ ജെറുസലത്തിൽ നിന്ന് അകലുന്തോറും നമുക്ക് കേൾക്കുന്ന മുറിവുകളാണ്. അതെല്ലാം വിശ്വാസത്തിൽ ക്ഷയമുണ്ടാകുന്നു, സ്നേഹത്തിൽ ക്ഷയമുണ്ടാകുന്നു. സ്ത്രീകന്മാര് ആദ്യത്തെ കൗൺസില് ജെറുസലത്ത് കൂടിയത് അവിടെ വെച്ചാണ് അവർ ഈശോയെ കണ്ടത്. അവിടെ വെച്ചാണ് അവർ ഒന്നിച്ച് ആയിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയത്. അവിടെ വെച്ചാണ് അവർ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. അവിടെ വെച്ചാണ് വഴക്കുണ്ടായപ്പോൾ അതിന് തീർപ്പ് കൽപ്പിക്കാനുള്ള നേതാവിനെ അവർ കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു രണ്ടാം ജെറൂസലേം കൗൺസിലാണ്. ജെറൂസലേമിലേക്ക് എല്ലാവരും തിരിച്ചു പോവുക, അധ്യാത്മിക ജീവിതത്തിൽ വലിയ ഉണർവ് ഉണ്ടാക്കുക, എല്ലാവരും ഐക്യത്തിന്റെ പാതയിൽ ജീവിക്കുക. അങ്ങനെയുള്ള ആ ഒരു തിരിച്ചുവരവാണ് നമുക്ക് വേണ്ടത്. ഈ മുഴുവേറ്റ മനുഷ്യന് അവിടെ കിടന്നപ്പോൾ പുരോഹിതന്മാര് മറ്റു വലിയ പണ്ഡിതന്മാരൊക്കെ എല്ലാം കടന്നുപോയി. കുട്ടികൾക്ക് പോലും അറിയാം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ പഴയ നിയമ സംവിധാനത്തിന് പാപത്തിന്റെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ പൂർണ്ണമായിട്ട് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അപൂർണമാണ്. പഴയ നിയമ പൗരോഹിത്യം അപൂർണമാണ്. അല്ലാതെ അച്ഛന് താല്പര്യമില്ലാതെ മറുകണ്ഠത്തിലായി പോയി എന്നുള്ളതല്ല. ആ സംവിധാനത്തിന് ലോകത്തിന്റെ പാപത്തെ മാറ്റാൻ പറ്റുകയില്ല. അതിന് ഈശോ എന്ന വിഷയപരമ്പരയാണ്. ആ നല്ല സമറിയാക്കാരനും വാസ്തവത്തില് സമറായൻ ഈശോയാണ്. ആ ഈശോയാണ് പറഞ്ഞത്, ഈ വ്യക്തിയെ സത്രത്തിൽ സഭയിൽ കൊണ്ടയാക്കി. എന്നിട്ട് 2 നാണയങ്ങൾ, അത് പരിശുദ്ധ വെള്ളിപ്പിലാവും ഒരിക്കൽ പറഞ്ഞു, അത് പഴയ നിയമവും പുതിയ നിയമവുമാണ്. ആ 2 കാര്യങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ മുടിവേറ്റവരെ സത്രത്തിൽ കൊണ്ടയാക്കി ശുശ്രൂഷിക്കണമെന്നുള്ള ക്രിസ്തീയ സഭയുടെ ആധികാരികത ഉണ്ടാകുന്നത്. പഴയ നിയമത്തിന് തന്നെ അത് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഈ 2 നാണയങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ സഭയാകുന്ന സത്രത്തിലെ ഉദാശകൾക്ക് മാത്രമേ നമ്മുടെ പരിക്കുകൾ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ജെറൂസലത്തിലേക്ക് പോകേണ്ടത്. നമുക്ക് ആ ഒരു ചിന്ത ഈ വചന പ്രഘോഷണ സന്ധിയിൽ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഇതിനു വേണ്ടി നല്ലതുപോലെ ഒരുക്കിയ വ്യാഴ്ചയെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ സജീവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ സ്വാമിയോടും ബന്ധപ്പെട്ട പുണ്യച്ചനോടും നമുക്ക് പ്രാർത്ഥിക്കാം.